ഹലോ നമസ്കാരം. കേസിൽ കുരുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ വേടൻ ഒരു പാഠ്യവിഷയമാകുന്ന കാലത്താണല്ലോ നമ്മൾ എത്തി നിൽക്കുന്നത്. വേടനെതിരെ എതിർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നവർ വേടനെ പഠിക്കുന്നതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം എതിർപ്പുകളെക്കുറിച്ച് വേടന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. അത് കേട്ട ശേഷം വീഡിയോയിലേക്ക് വിശദമായി കടക്കാം. ഞാൻ പറഞ്ഞിട്ടൊന്നല്ല ഈ പാട്ട് പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെ കുറിച്ച് ആൾക്കാരെ ആലോചിക്കും 10ാം ക്ലാസ്സിലെങ്കിലും പഠിക്കുമെന്ന്. അപ്പൊ ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിപ്പോ പാട്ട് പിള്ളേരെ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും, യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കാതിരുന്നാലും പിള്ളേർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയിലാണല്ലോ പാട്ട് കിടക്കുന്നത്. പാട്ട് അവിടെ തന്നെയുണ്ട്. പാട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യൂട്യൂബിലോ ബാക്കിയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ പോയി പാട്ട് കേൾക്കാം. അപ്പൊ പാട്ട് പഠിപ്പിച്ചാലില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും പാട്ട് കേൾക്കും എന്തായാലും. വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടാണ് കാലിക്കറ്റ് സർവകലാശാല പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാളം റാപ്പ് സംഗീതവും അമേരിക്കൻ റാപ്പ് പോപ്പ് സംഗീതവും തമ്മിലുള്ള സാംസ്കാരികവും കലാപരവുമായ വ്യത്യാസങ്ങളും സാമ്യങ്ങളുമാണ് പഠന വിധേയമാക്കുക. പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന പാട്ടുമായാണ് വേടന്റെ പാട്ടിന്റെ താരതമ്യ പഠനം നടക്കുക എന്നതാണ് വേടനെയും അയാളെ ഇഷ്ടപ്പെടുന്നവരെയും സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ കാര്യം. ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് ജാതി വിവേചനം, വർഗ പോരാട്ടം, സാമൂഹിക അനീതി എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഭൂമി യുദ്ധത്തിന് വേണ്ടിയുള്ള ഇടമല്ലെന്നും സമത്വത്തോടെ മനോഹരമായി ജീവിക്കാനുള്ള ഇടമാണെന്നും പാട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന പാട്ട് സാമൂഹ്യ അനീതി, വംശീയ വിവേചനം, അധികാര വ്യവസ്ഥയോടുള്ള പ്രതിഷേധം എന്നിവയാണ് അഭിസംബോധന ചെയ്യുന്നത്. അതായത് പാട്ടുകൾ പഠിക്കുന്നതിലൂടെ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ, അതായത് വേടനും ജാക്സനും തമ്മിലുള്ള താരതമ്യ പഠനവും കൂടി നടക്കും. വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ഒറ്റപ്പെട്ട എതിർപ്പുകളും ഉയരുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിലെ BJP പ്രതിനിധി AK അനുരാജ് വേടന്റെ പാട്ട് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. നോക്കൂ, വേടൻ ഉയർത്തുന്ന ആശയങ്ങളെ ചിലർ അത്രമാത്രം പേടിക്കുന്നുവെന്ന് വീണ്ടും വീണ്ടും നമ്മളെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. കഞ്ചാവും മദ്യവും ഉപയോഗിക്കുന്ന വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയാൽ അത് വരും തലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് BJP പ്രതിനിധി വാദിക്കുന്നത്. കഞ്ചാവിൽ നിന്നും മദ്യത്തിൽ നിന്നും മാറി നടക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ അതിനെ ഒന്നും കാണാതെ വേടൻ ഉയർത്തുന്ന ആശയങ്ങളുടെ പേരിലാണ് BJP പ്രതിനിധി ഈ ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് ചോറ് തിന്നുന്നവർക്കെല്ലാം നന്നായി മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, ക്രിസ്റ്റൽ ക്ലാരിറ്റിയിലാണ് വേടൻ എപ്പോഴും സംസാരിക്കുന്നത്. അത് തന്നെയാണ് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറുമായുള്ള അഭിമുഖത്തിലും കണ്ടത്. വേടൻ ഈ അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഉറപ്പായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വെറുതെ കണ്ടു കളയേണ്ട അഭിമുഖമല്ല എന്നാണ് തോന്നിയത്. വീണ്ടും വീണ്ടും വേടനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നത് എന്തിനെന്ന് പലരും ചോദിക്കാറുണ്ട്. വേടന്റെ നിലപാടുകളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്നാണ് അതിനൊക്കെ ഉത്തരം പറയാറ്. സത്യത്തിൽ വേടൻ ഒരു കണ്ടന്റ് മാത്രമല്ല കേട്ടോ, അതിനപ്പുറമുള്ള ആശയമാണ്. വേടനെ കുറിച്ച് നേരത്തെ കളിയാക്കി സംസാരിച്ചവരെല്ലാം അയാളുടെ പാട്ട് ഇപ്പോൾ കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അയാളെ അറിയാൻ ശ്രമിക്കുന്നവരായി മാറിയിട്ടുണ്ട്. എൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അയാളിലെ ആശയ വ്യക്തത കൊണ്ടാണ്. അരുൺകുമാർ വേടനുമായി നടത്തിയ അഭിമുഖത്തിലേക്ക് വന്നാൽ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ജാതി വിവേചനം വന്ന വഴികളെക്കുറിച്ചുമെല്ലാം വേടൻ വളരെ വളരെ കൃത്യതയോടെ സംസാരിക്കുന്നുണ്ട്. അച്ഛന് വാർക്കപ്പണിയാണ്. യൂട്യൂബുകാർ പറയുന്നത് പോലെ ലോട്ടറി വിൽപ്പനയല്ല, മേലനങ്ങി ജോലി ചെയ്യുന്ന ആളാണ്. പാട്ടുണ്ടാക്കാൻ തുടങ്ങിയ ശേഷവും അച്ഛനൊപ്പം വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി പണിസ്ഥലം കച്ചേരി സ്ഥലവുമാക്കിയിട്ടുണ്ടെന്ന് വേടൻ തമാശ രൂപേണ പറയുന്നുണ്ട്. അടുക്കള ജീവിയായ അച്ഛൻ നല്ല പാട്ടുകാരനാണ്, പക്ഷേ അച്ഛനുമായി ഇമോഷൻ പങ്കുവെച്ച് ശീലമില്ല. ഇടത്തരം മലയാളിക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത അച്ഛൻ മകൻ ബന്ധത്തെക്കുറിച്ചാണ് വേടൻ പറയുന്നത്. ഓടി നടന്ന് പണിയെടുക്കുന്ന ആളായിരുന്നു വേടന്റെ അമ്മ. അമ്മയുടെ കരുതലിലും താൻ ദരിദ്രനാണെന്ന് വേടൻ തുറന്നു പറയുകയാണ്. അന്നുള്ള കാര്യങ്ങൾ നടത്താനായി അമ്മ എന്നും ശ്രമിക്കുമായിരുന്നു. പാവപ്പെട്ട കുടുംബത്തിലെ അമ്മമാരെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നുവെന്ന് വേടൻ ആശ്വസിക്കുന്നു. തൻ്റെ ജീവിതത്തിലേക്ക് ജാതി വിവേചനത്തിന്റെ കടന്നുവരവ് സ്കൂളിലെ ക്ലാസ് മുറികളിൽ നിന്നാണെന്ന് സംശയമൊന്നുമില്ലാതെ വേടൻ പറയുന്നുണ്ട്. ജാതിയെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന ഉറച്ച ബോധ്യവും ആ വാക്കുകളിലുണ്ട്. വേടൻ എന്ന പേരിനെ കുറിച്ചുള്ള അരുൺകുമാർ ചോദിക്കുന്നുണ്ട്. ആ വേടൻ എന്ന പേരിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സ്നേഹത്തോടെ കൂട്ടുകാരുടെ വിളിയിൽ പതിഞ്ഞുപോയ ഒരു പേരാണ്. അങ്ങനെ കലാജീവിതത്തിന്റെ ഭാഗമായി ആ പേര് മാറി. ആ കാര്യവും വേടൻ വിശദീകരിക്കുന്നു.
അറസ്റ്റിലായപ്പോൾ പേടിയുണ്ടായിരുന്നു എന്ന് വേടൻ പറയുന്നു. അത് പക്ഷേ കുടുംബത്തെയും തന്നെ ആശ്രയിക്കുന്ന കൂട്ടുകാരെയും കുറിച്ചുള്ള ആശങ്കയായിരുന്നു എന്നും വേടൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അടി കാത്തിരിക്കുകയായിരുന്നു, അതിനു മുമ്പ് തന്നെ പ്രതിസന്ധികൾ ശീലമായിരുന്നു, അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ കൂടുതൽ ശക്തനാക്കിയിട്ടേ ഉള്ളൂ എന്ന് വേടൻ കരുത്തുറ്റ ശബ്ദത്തിൽ പറയുന്നു. ഞാനല്ലെങ്കിൽ പിന്നെ ആര് ഈ രാഷ്ട്രീയം പറയുമെന്ന പ്രസക്തമായ ചോദ്യവും വേടൻ അഭിമുഖത്തിൽ അരുൺകുമാറിനോട് ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയ നിലപാടുകളുടെ വലിയ ലോകം തുറക്കുന്നതാണ് വേടന്റെ അഭിമുഖം. ജാതി വിവേചനത്തിലും സംഗീതത്തിലും പൊളിച്ചെഴുത്തുകൾ ഇനിയും വേടന്റെ പാട്ടുകളിലൂടെ വരുമെന്ന് ഉറപ്പിക്കുന്നതാണ് വേടന്റെ ഓരോ മറുപടികളും. തൻ്റെ നിയോഗം എന്തെന്ന് വേടന് കൃത്യമായി അറിയാമെന്ന് തോന്നുന്നു. കുഞ്ഞുനാളുകളിലെ നേരിട്ട ജാതി വിവേചനവും മാറ്റി നിർത്തലുകളും മനസ്സിലെ മുറിവുകളും രൂപപ്പെടുത്തിയ കലഹങ്ങളും പ്രതിരോധവും കരുത്താക്കി മാറ്റുകയാണ് വേടൻ. ദൈവങ്ങളിൽ വിശ്വാസമില്ല, തനിക്ക് രാമനെ അറിയില്ല. മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന നേരങ്ങളിൽ മാത്രം കേൾക്കുന്ന ഒന്നാണ് തന്നെ സംബന്ധിച്ച് ജയ് ശ്രീരാം വിളികളെന്ന് പറയുന്ന വേടൻ. മതത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് നേരെ കടുംവെട്ട് തന്നെ നടത്തുകയാണ്. തൻ്റെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ആത്മവിമർശനപരമായും വേടൻ സംസാരിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള ഒരു അച്ഛനും 15-കാരനായ മകനും തന്നെ കാണാൻ വന്ന അനുഭവം വേടൻ വിവരിക്കുന്നുണ്ട്. അവരോട് മദ്യപിക്കരുത് എന്ന് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ 13-ാം വയസ്സിൽ മദ്യം ഉപയോഗിച്ചു തുടങ്ങിയ താൻ എങ്ങനെ അത് പറയും? കുറ്റബോധത്തോടെയാണ് ആ സംഭവത്തെ ഓർക്കുന്നതെന്നും വേടൻ പറയുന്നു. തന്നെ ഇഷ്ടപ്പെടുന്നവരിൽ താൻ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കിക്കൊണ്ട് ലഹരി വഴികളിൽ നിന്ന് മാറി നടക്കുകയാണെന്നും അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുന്നുവെന്നും വേടൻ ഉറപ്പിച്ചു പറയുന്നു. എന്തായാലും ആരൊക്കെ എതിർത്താലും സമത്വത്തിനു വേണ്ടി പാടാൻ, നീച സാമൂഹ്യ വിചാരങ്ങൾക്കെതിരെ തീ പടർത്താൻ കാലം ഇനിയും വേടന്റെ പാട്ടുകൾക്കായി കാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. വേടന്റെ പാട്ടുകളെ ഡാൻസ് കളിച്ച് കളയുകയല്ല ചെറുപ്പക്കാർ ചെയ്യുന്നത്, അത് മനസ്സിലേക്ക് ആവാഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് സമൂഹത്തെ വിഘടിച്ച് അധികാരം കൊയ്യാൻ കാത്തു നിൽക്കുന്നവരെ പേടിപ്പിക്കുന്നത്. തങ്ങളുടെ അടിമകളല്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുമോ എന്നുള്ള ഭയം അവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. വേടന്റെ ഉള്ളിലെ തീ കെടാതെ സൂക്ഷിക്കപ്പെടട്ടെ. വീണ്ടും വീണ്ടും പാഠങ്ങളാകട്ടെ വേടൻ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കുറിക്കാം. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലെ വാട്സപ്പ് ലിങ്കുകൾ ഉപയോഗപ്പെടുത്താം. നന്ദി, നമസ്കാരം.